എന്റെ മോൾ എവിടെയാണ്? ഒരു വിവരവും ഇല്ലല്ലോ. അമ്മ ഇങ്ങനെ കരയില്ലേ അമ്മ? അമ്മ കരയണ കണ്ടിട്ട് എനിക്ക് സങ്കടാവുക. എന്റെ ദൈവമേ, പാവം എന്റെ മോള് 10ാം ക്ലാസ്സിലെ മാർക്ക് കുറഞ്ഞാലോ എന്ന് കരുതി ഞാൻ അവൾ അറിയാതെ വഴക്ക് പറഞ്ഞു പോയി. അതിന് റിസൾട്ട് എന്താണെന്ന് പോലും അറിയാതെ അവൾ ഓടിയല്ലോ. എല്ലാത്തിനും A+ കിട്ടിയത് എന്റെ കുട്ടിക്ക്. റിസൾട്ട് വരാനുള്ള സമയം പോലും അവൾ തന്നില്ലല്ലോ. എന്റെ മോൾക്ക് ഒരാപത്തും ഉണ്ടാവരുതേ. നമ്മുടെ മോളെ കിട്ടി. എന്താ പറഞ്ഞത്? സത്യമാണോ പറയുന്നേ? എവിടെ നട മാധവ് അവളെ കിട്ടി? എന്നിട്ട് അവൾ എവിടെ? മാധവൻ ചേട്ടൻ എന്താ ഇങ്ങനെയുണ്ട് നിൽക്കുന്നേ? നമുക്ക് പോകാം. അവൾ എവിടെ? നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട, നിങ്ങൾ പേടിക്കണ്ട. അവൾ ഇപ്പൊ വരും, ഞാൻ അവിടെ പോയി കൊണ്ടുവരാം. അവൾ എവിടെയാന്ന് പറ. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ മുഴുവൻ കേൾക്കണം, പേടിക്കരുത്. പേടിക്കരുതെന്നോ? എന്തെങ്കിലും അപകടം പറ്റിയോ? ഇല്ലടി, ഒരു അപകടവും പറ്റിയിട്ടില്ല. നമ്മുടെ മോള് പൂർണ്ണ ആരോഗ്യവതിയാ. അവളെ ഞാൻ പോയി ഇങ്ങോട്ട് കൊണ്ടുവരാം. പിന്നെ എന്താ നിങ്ങൾ ആരും പേടിക്കരുതെന്ന് പറഞ്ഞത്? വെളുപ്പിന് 6 മണിക്ക് അവൾ ഇവിടെ എണീറ്റ് പോയത് പാറക്കുളത്തിലേക്കാ. എന്റെ ദൈവമേ, ആ പാറക്കുളത്തിലേക്കോ? അവൾ ഒറ്റക്ക് അവിടെ വരെ പോയോ? എന്നിട്ട് എന്ത് പറ്റി? അവള് ടെൻഷൻ കാരണം പാറക്കുളത്തിലെ വെള്ളത്തിലേക്ക് വീണു. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? വേഗം പറ. എവിടെ എന്റെ കുഞ്ഞ്? എടി, പേടിക്കാനൊന്നുമില്ല. ആ കുളത്തിൽ ഇപ്പൊ വേനൽക്കാലമല്ലേ, വെള്ളമൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. അവളുടെ ഡ്രസ്സൊക്കെ നനഞ്ഞതേ ഉള്ളൂ. അവിടെ അലക്കാൻ വന്ന ഒരു സ്ത്രീ അവളെ കണ്ടു. പിന്നെ അവളോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അവള് വിവരം അറിയിച്ചു. അവളിപ്പോ അവിടെയുണ്ട്. ഞാൻ പോകുക. അവൾക്ക് ഒരു കുഴപ്പമില്ല. അവൾ എന്നോട് ഫോണിൽ സംസാരിച്ചു. പോലീസ് ഇപ്പൊ എന്നെ വിളിച്ചേ ഉള്ളൂ. എന്റെ ദൈവമേ, പാറക്കുളത്തിൽ പോയി ചാടിയേക്കുന്നോ ആ പെണ്ണിന്റെ തന്റേടം? എന്റെ ദൈവമേ, ഞാനിത് എങ്ങനെ സഹിക്കും? പാറക്കുളത്തിലേക്ക് ചാടിയെന്നോ? അവിടെ എങ്ങനെ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ ദൈവം എന്ത് സംഭവിച്ചേനെ? ഈ കുട്ടിക്ക് ഇത് എന്ത് പറ്റി? ശരി, നിങ്ങൾ വിഷമിക്കാതിരിക്കൂ. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി നിത്യമോളെ കൂട്ടിക്കൊണ്ടുവരാം. അമ്മ, എനിക്ക് അറിയില്ലേ ചേച്ചിനെ കിട്ടിയില്ലേ? എന്റെ ദൈവമേ, എന്നാലും എന്റെ കുഞ്ഞ് ഒറ്റക്ക് അവിടം വരെ നടന്നു പോയല്ലോ. പാവം, അവൾ എന്തോരം സങ്കടപ്പെട്ടിട്ടായിരിക്കും അങ്ങനെ നടന്നു പോയത്. ദൈവമേ, ആ സ്ത്രീ കണ്ടതുകൊണ്ട് വേറെ ആപത്തൊന്നും ഉണ്ടായില്ല. സാരില്ലമ്മേ, അതൊക്കെ കഴിഞ്ഞില്ലേ. ഇനി നമുക്ക് അറിയണ്ട. എന്തായാലും ചേച്ചീനെ കിട്ടി. അച്ഛൻ ഇപ്പൊ ചേച്ചീനെ കൊണ്ടുവരും. ചേച്ചിക്ക് ഫുൾ A+ അല്ലേ. ഇനി നമുക്ക് സന്തോഷിച്ചാ മതി. ഇനി നമുക്ക് സന്തോഷിച്ചാ മതിയെന്ന്. ആളുകളെ മുഴുവൻ തീതിരിച്ചിട്ട് സന്തോഷിക്കാനായിട്ട്. ആ പെണ്ണിനെ ചെറിയ പ്രായമൊന്നുമില്ലല്ലോ, 10-15 വയസ്സില്ലേ. അഹങ്കാരി. ആരോടും പറയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിരിക്കുന്നു. എന്നിട്ടോ എന്റെ മോൻ എവിടേക്ക് അന്വേഷിച്ചു അവളെ? ലോകം മുഴുവൻ അന്വേഷിച്ചു എന്റെ കുഞ്ഞ്. പാവം. ഓ, എന്നിട്ടേ സന്തോഷിക്കണമെന്ന്. ആ അഹങ്കാരി ഇങ്ങോട്ട് വരട്ടെ. അമ്മ എന്തൊക്കെയാ പറയുന്നേ? അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതിനെ വരുമ്പോ തന്നെ അവളുടെ മുട്ടുകാല് തല്ലി ഒടിക്കാ വേണ്ടത്. അവളിങ്ങോട്ട് വരട്ടെ. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇവിടെ എത്താൻ അധികം നേരം വേണ്ടല്ലോ. എന്നിട്ട് ഞാൻ ഇനി തിരിച്ചു പോകുന്നുള്ളൂ. പറയണോ എനിക്ക്? അമ്മ ഒന്നും ചെയ്യില്ല. എന്നാ ഞാൻ ചെയ്യുന്നില്ല. നീ തല്ലിയാ മതി അവളെ. നീയല്ലേ അവളെ പ്രസവിച്ചത്. 2 അടി നീ കൊടുക്കണം. എന്തിനാ ഞാൻ അവളെ അടിക്കേണ്ടത്? അടിക്കാതെ പിന്നെ അവളെ ചെയ്തേക്കണ മഹത്പ്രവൃത്തിയാണോ? എന്റെ കുഞ്ഞിനൊരു അബദ്ധം പറ്റി. 10ാം ക്ലാസ്സിലെ ഫലം വരുമ്പോ എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാകും. അവളെ ചേർത്ത് നിർത്തേണ്ടതിന് പകരം മാർക്ക് കുറഞ്ഞാലോ എന്ന് കരുതി ഇന്നലെ ഞാൻ അവളെ കുറ്റപ്പെടുത്തി. ഇന്നിപ്പതിൽ എനിക്ക് നല്ല കുറ്റബോധമുണ്ട്. ഇനി ഞാൻ ആവർത്തിക്കണമെന്നാണോ അമ്മ പറയുന്നേ? പിന്നെ എന്ത് ചെയ്യാനാ ഉദ്ദേശം? നീ ഒന്ന് ആഘോഷിക്കിവിടെ. അത് ഞാൻ ആഘോഷിക്കാൻ പോകുക. കുട്ടികൾക്ക് തെറ്റുപറ്റിയാലേ അത് പറഞ്ഞ് മനസ്സിലാക്കി തിരുത്തണം. അല്ലാണ്ട് വടിയും കൊണ്ടല്ല അവര് വരുമ്പോ ചെല്ലേണ്ടത്. മക്കളെ കേട്ടല്ലോ, നിത്യ ചേച്ചിയുടെ റിസൾട്ട് ഇന്ന് രാവിലെ വന്നതാ. ഫുൾ A+ എന്റെ മോൾക്ക്. നമുക്കത് ആഘോഷിക്കണം, അടിച്ചു പൊളിക്കണം. അമ്മ, ഞങ്ങൾ റെഡി. എന്താ ചെയ്യണ്ടേ? ഒരു കാര്യം ചെയ്, ചെണ്ടമേളം താലപ്പൊലിയും ഉണ്ടാക്ക്. ഓ, ഞാൻ സ്പെഷ്യൽ ഉണ്ടാക്കാൻ പോകാം. അമ്മ ഒന്നും ഉണ്ടാക്കണ്ട. എന്റെ കുഞ്ഞു വരുമ്പോ അവളെ കുറ്റപ്പെടുത്താതിരുന്നാ മതി. അവളുടെ തെറ്റ് ഞാൻ പറഞ്ഞു തിരുത്തിക്കോളാം. കുണുക്കി അച്ചാമ്മനോട് അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല കേട്ടോ. ഓ, എല്ലാം പറഞ്ഞ് പറയിപ്പിച്ചിട്ട് അച്ചാമ്മനോട് അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല പോലും. മക്കളെ അറിയാലോ, പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇവിടം വരെ എത്താൻ ഏകദേശം ഒരു 1.5 മണിക്കൂർ എടുക്കും. അത്ര സമയം നമുക്കുള്ളൂ. നിങ്ങൾ എല്ലാരും വേഗം പോയി കുളിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കണം. പിന്നെ നീതുമോളെ, നീ വേഗം കടയിൽ പോയി കുറച്ച് ബലൂണും ഡെക്കറേഷൻസ് ഒക്കെ വാങ്ങണം. പിന്നെ അവർക്ക് ഇഷ്ടമുള്ള കേക്കും വാങ്ങണം. ഫുൾ A+ കിട്ടിയതല്ലേ, നമ്മൾക്കിത് സെലിബ്രേറ്റ് ചെയ്യണം. റെഡി അമ്മേ, ഞാൻ ഇപ്പൊ തന്നെ പോയി മേടിച്ചിട്ട് വരാം. ഞാൻ വേഗം അവൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ചെറിയൊരു സ്വീറ്റ് ഉണ്ടാക്കി വെക്കട്ടെ, അത് എന്റെ കൈകൊണ്ട്. പിന്നെ അറിയാലോ, അവൾ ഇവിടെ വന്ന് കയറുമ്പോൾ അവൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതിനെ പറ്റിയോ പാറക്കുളത്തിൽ ചാടിയതിനെ പറ്റിയോ പോലീസ് സ്റ്റേഷനിൽ പോയതിനെ പറ്റിയോ ആരും ഒന്നും ചോദിക്കാൻ പാടില്ല. നിങ്ങളുടെ മുഖത്ത് സന്തോഷം മാത്രമേ കാണാവൂ. അവൾക്ക് A+ കിട്ടിയതിന്റെ സന്തോഷം.
എന്റെ പൊന്നമ്മേ, കുട്ടികൾ പറയണ കേട്ടില്ലേ? കാലം മാറി. ഇനിയെങ്കിലും ശിക്ഷാരീതിയൊക്കെ ഒന്ന് മാറ്റ്. കുട്ടികൾക്ക് തെറ്റ് ചെയ്താൽ അവർ ചേർത്ത് പിടിക്കേ. എന്റെ പൊന്നോ, ഞാനൊന്നും പറയുന്നില്ല. നീ എന്നിന്റെ ഒരു കുട്ടികൾ എന്താന്ന് വെച്ചാ കാണിക്ക്. വളർത്തതുകൂടെ ഞാൻ കാണുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ കുറ്റപ്പെടുത്താൻ മാത്രല്ലേ അമ്മ ഇങ്ങോട്ട് വരൂ. അമ്മക്കിനെ കൊണ്ട് പറ്റുന്നത് അമ്മ ചെയ്തോ. ഞാൻ എന്തായാലും എന്റെ മോൾക്ക് A+ കിട്ടിയത് ആഘോഷിക്കാൻ പോവാ. കാര്യങ്ങളൊക്കെ ഞാൻ ഫോണിൽ പറഞ്ഞ പോലെ കൂടുതൽ ഞാൻ കുട്ടിയുടെ മുമ്പിൽ വെച്ച് പറയുന്നില്ല. നിങ്ങൾ കുട്ടീനെ നല്ലോണം കെയർ ചെയ്യണം. പിന്നെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ ഒന്ന് കാണിക്കണം. കുട്ടിയുടെ മനസ്സൊന്ന് ഓക്കെ ആവാൻ കേട്ടോ. ഓക്കെ സാർ, താങ്ക് യു. ഞാൻ എന്റെ മോളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ശരി ശരി, ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട. കാര്യല്ലേ മോളെ, എന്തിനാ കരയുന്നേ? വിഷമിക്കല്ലേ, കഴിഞ്ഞത് കഴിഞ്ഞു, പോട്ടെ. അച്ഛ, ഞാൻ പരീക്ഷയ്ക്ക് തോറ്റു അച്ഛ. എനിക്ക് പേടിയാവുന്നു. പരീക്ഷയുടെ കാര്യമൊന്നും മോൻ ഓർക്കണ്ട. റിസൾട്ട് വന്നോ ഇല്ലയോ അതൊന്നും ശ്രദ്ധിക്കണ്ട. ഞാൻ എങ്ങനെയാ അച്ഛ വീട്ടിലേക്ക് വരുന്നത്? അമ്മയും അനിയത്തി അനിയനും എല്ലാവരും വിഷമിച്ചിട്ടുണ്ടാവില്ല. എനിക്ക് അവരെയൊക്കെ കാണാൻ പേടിയാ. അവരെന്നെ വഴക്ക് പറഞ്ഞാലോ? വഴക്ക് പറയാനോ? ആര്? നിന്നെ ഒന്ന് കാണാൻ കാത്തിരിക്കും അവര്. നിന്നെ ഒന്ന് കണ്ടാ മതി. വഴക്ക് പറയുന്ന പോയിട്ട് നിന്നെ വേദനിപ്പിക്കുക പോലുമില്ല. അച്ഛനില്ലേ, നമുക്ക് വീട്ടിലേക്ക് പോവാം. എന്റെ റിസൾട്ട് അറിഞ്ഞോ അച്ഛ? അതൊക്കെ വീടെത്തിയിട്ട് പറയാം. ഇപ്പൊ അതൊന്നും അല്ലല്ലോ കാര്യം. നമുക്ക് എത്രയും വേഗം വീട്ടിലെത്തണം. അമ്മക്കും അവർക്ക് എല്ലാവർക്കും നിന്നെ കാണണം. അച്ഛ, എന്റെ മോളെ എന്റെ കൂടെ വാ. അച്ഛനില്ലേ കൂടെ? നിത്യേച്ചി ഇവിടെ വരുമ്പോ തന്നെ നിങ്ങൾ ഈ പാർട്ടി പേപ്പർ പൊട്ടിക്കണം. പൊട്ടിച്ച് നിത്യേച്ചി അകത്തേക്ക് കയറുമ്പോ ഞാൻ ഈ കിറ്റ്കാറ്റ് ബൊക്കെ കൊടുക്കും. ഓക്കെ അല്ലേ? അയ്യോ എന്റെ പൊന്നെ, അങ്ങനെ പൊട്ടിച്ച് നോക്കാനൊന്നും പറ്റൂല. ഇത് ഒരു പ്രാവശ്യം പൊട്ടിക്കാൻ പറ്റൂ. ചേച്ചി നിത്യേച്ചി ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ മാത്രമേ ഇത് പൊട്ടിക്കാൻ പറ്റൂ കേട്ടോ. ഞാൻ കാണിച്ചു തന്ന പോലെ ഇങ്ങനെ തിരിച്ചാൽ മതി. നിത്യേച്ചി വന്നേ മുമ്പ് അറിയാതെ പോലും അങ്ങനെ കാണിച്ചേക്കല്ലേ. ഇത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. അതാ. ഓ എന്റെ പൊന്നെ, എന്തൊക്കെ കാണണം ഇവിടെ നിന്നാല്. പൊട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ദൈവം ഇവരെ കൊളോക്കൊന്ന് തോന്നണം. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ആരെങ്കിലും എനിക്കിതാ, ഞാൻ പാർട്ടി പേപ്പർ പൊട്ടിക്കാം. നിങ്ങൾ ബൊക്കെ കൊടുത്തോ. ഒരെണ്ണം അച്ചമ്മ കൊടുക്കാം. എടി കുണിക്ക് നിർത്തിക്കോ. നീ കൊറേ നേരം ഞാൻ വന്നപ്പോ മുതൽ ഓരോന്നെ പറയുന്നു. ഞാനിന്ന് പൊട്ടിച്ചാലുണ്ടല്ലോ. അതന്നെ കുട്ടികൾ പറഞ്ഞത്. അച്ചമ്മ പാർട്ടി പേപ്പർ ഇല്ലെങ്കിലും പൊട്ടിക്കാൻ നിൽക്കുമെന്ന്. എന്റെ പൊന്നു പിള്ളേരെ, നിങ്ങളുടെ അമ്മക്കോ ബോധമില്ല. നിങ്ങൾക്കെങ്കിലും കുറച്ച് ബോധം വേണ്ടേ? നിങ്ങൾ സ്വീകരിക്കാൻ നിൽക്കുന്നത് ആരെയാ? രാവിലെ വീട്ടിൽ നിന്ന് ആരോടും പറയാതെ ഇറങ്ങിപ്പോയി വെള്ളത്തിൽ ചാടിയ നിങ്ങളുടെ ചേച്ചീനെ. അവള് വരുമ്പോ 2 അടിയല്ലേ കൊടുക്കേണ്ടത്? ഈ സ്വീകരണം കണ്ടാൽ അവർക്ക് ഇനിയും വെള്ളത്തിൽ ചാടി ചാകാൻ തോന്നുമല്ലോ. എന്റെ പൊന്നച്ചാമ്മേ, ഇതിനുള്ള മറുപടി അമ്മ തന്നെ തന്നില്ലേ? ഒത്തിരി പേടിച്ചും ടെൻഷൻ അടിച്ചിട്ടാ ചേച്ചി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ചേച്ചി തിരിച്ചു വരുമ്പോൾ അതെല്ലാം ക്ഷമിച്ചെന്ന് കാണിക്കാനും ചേച്ചി കിട്ടിയ വിജയം ആഘോഷിക്കുകയും ചെയ്യണം. എന്നാലും ചേച്ചി ഇതെല്ലാം ആവർത്തിക്കാതിരിക്കും. അങ്ങനെയല്ലേ അമ്മ പറഞ്ഞത്? അമ്മ കേക്ക് മേടിക്കാൻ പോയതല്ലേ, ഇപ്പൊ വരും. എന്റെ മക്കളെ, എന്തായി കാണുന്നേ? ഞാൻ കേക്ക് മേടിക്കാൻ പോയ സമയത്ത് നിങ്ങൾ ബലൂണൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് അടിപൊളിയാക്കിയല്ലോ. അമ്മക്ക് ഇഷ്ടമായോ? അത് മതി. പെട്ടെന്നായതുകൊണ്ട് അധികം ഒന്നും ചെയ്യാൻ പറ്റില്ല. കുറച്ച് ബലൂൺ 2 സൈഡിലും വെച്ചു, അത്രേ ഉള്ളൂ. ഇത് തന്നെ ധാരാളം. നിങ്ങൾ വേഗം പോയി ഒരു സ്റ്റൂൾ എടുത്തിട്ടോ. നമുക്ക് ഈ മുറ്റത്ത് കേക്കും ഒക്കെ വെച്ച് സെറ്റ് ചെയ്യണം. ഞാൻ കുറച്ച് ലഡുവും ജിലേബിയും കൂടി മേടിച്ചിട്ടുണ്ട്. വീടിനടുത്തുള്ള സ്ഥലയിലായിട്ടാണോ ഇത് ഈ മുറ്റത്ത് വെക്കുന്നേ? അവള് പേടിച്ച് വിഷമിച്ചായിരിക്കും ഈ ഗേറ്റ് കടന്ന് വരുന്നത്. വരുമ്പോ തന്നെ അവളുടെ ടെൻഷൻ മാറണം, അത്രേ ഞാൻ വിചാരിച്ചുള്ളൂ. ഓ, മുറ്റത്ത് നിർത്തി അയൽക്കാരൊക്കെ കാണും. വീട് വിട്ടു പോയ പെണ്ണ. എങ്ങനെയെങ്കിലും വരുമ്പോ തന്നെ മുറിയിലേക്ക് കയറ്റണം. എന്റെ പൊന്നമ്മേ, അയൽക്കാർ കണ്ടാൽ എന്താ? കുട്ടിക്കൊരു ബുദ്ധിമോശം സംഭവിച്ചു, അത് മാറി. അമ്മ ഇനി ഇതൊന്നും പറഞ്ഞോണ്ടിരിക്കണ്ട. അമ്മ, അച്ഛൻ വിളിച്ചോ? വിളിച്ചു മക്കളെ, അവരെത്താറായി. 15 മിനിറ്റിനുള്ളിൽ എത്തും. ഗേറ്റ് തുറക്കണത് പേപ്പർ പൊട്ടിക്കണേ. കുണുക്കി കുണുക്കാ. നടക്കുമോളെ. കുണുക്കാ കുണുക്കി പൊട്ടിച്ചോ? ചേച്ചി, ഞാൻ ഉണ്ടാക്കിയ കിറ്റ്കാറ്റിന്റെ ബൊക്കെയാ. കൺഗ്രാറ്റ്സോ? എനിക്കോ? അതെ, നിത്യേച്ചി അമ്മ കേക്കായിട്ട് കാത്തിരിക്കോ. നമുക്ക് അങ്ങോട്ട് പോവാം, കേക്ക് മുറിക്കാം. അച്ഛാ, അമ്മേ, കൺഗ്രാറ്റ്സ് മോളെ. എന്നോട് ക്ഷമിക്കമ്മേ. എന്തിന് മോൾ? അതൊന്നും ഓർക്കണ്ട. മോളൊന്ന് ടെൻഷനായിപ്പോയി. അതിന് മോൾ എന്തൊക്കെയോ കാണിച്ചു. അത് അമ്മക്ക് മനസ്സിലായി. അമ്മ അത് ക്ഷമിച്ചു. മോൾ ഇനി ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യരുത്. മോൾ അതിനെപ്പറ്റി മറന്നേക്കൂ. നമ്മള് കേക്ക് മുറിച്ച് ആഘോഷിക്കാൻ പോവാ. ഇതെന്താ അമ്മ ഇവിടെ ഇങ്ങനെ? കേക്ക്, ബലൂൺ, പാർട്ടി പേപ്പർ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഒന്നും മനസ്സിലാകുന്നില്ല. ഒക്കെ വെള്ളത്തിൽ പോയി ചാടാനായിട്ട് ഒക്കെ ഒരു മനസ്സിലാക്കുറവില്ല. രാവിലെ പോയേക്കണം അവള് വെള്ളത്തില്. മിണ്ടാതിരുന്നു അച്ഛമ്മേ. ഈ ആഘോഷവും കേക്കും ബലൂണൊക്കെ എന്തിനാന്നറിയാം? ഞാൻ തിരികെ വന്നുകൊണ്ടാണോ? മോളി, 10ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നോ? നിനക്ക് ഫുൾ A+. എനിക്ക് A+ എല്ലാത്തിനും. ചേച്ചി ഇതിന് കരയണേ, സന്തോഷിക്കല്ലേ വേണ്ടത്? അവള് കരഞ്ഞോട്ടെ, സാരയില്ല. സന്തോഷവും രാവിലത്തെ ടെൻഷൻ എല്ലാം കൊണ്ട് എന്റെ കുഞ്ഞ് പൊട്ടിപ്പോയി വന്നതാ. സാരയില്ല. കുണുക്കി കുണുക്ക. എല്ലാരും ചേച്ചി വിഷമിപ്പിച്ചല്ലേ? നീ ഇതുപോലെ
വേഗം കേക്ക് മുറിക്ക് പൊന്നെ. എന്റെ ദൈവമേ, എനിക്കങ്ങോട്ട് രണ്ട് അടി കൊടുക്കാനായിട്ട് എനിക്ക് പറ്റണില്ലല്ലോ. ഹാപ്പി ചേച്ചി. അച്ഛാമ്മേ, രണ്ട് പൊട്ടിക്കാൻ തോന്നുന്നുണ്ടെങ്കിലേ കൈ കൂട്ടി അടിച്ചോ, അതാവുമ്പോ കൈ കൂട്ടുന്ന ഒച്ചെങ്കിലും ഇവിടെ കേൾക്കാം.